മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞു, പുറത്തു പോയി നോക്കിയപ്പോൾ അവിടെ എല്ലാ ചാനലുകാരും നിൽക്കുകയാണ്. എന്നെ ഉപദേശിച്ചത് എന്താ എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പുറയിക്കൂടെ പോകാനുള്ള ഒരു വഴിയുണ്ട്, അതുവഴി അങ്ങ് പോയാൽ എന്താ സാറേ? ഞാൻ പറഞ്ഞു, ഞാൻ മുൻപിൽ കൂടി കടന്നു വന്നുവെങ്കിൽ കടന്നു പോകുന്നതും മുൻപിൽ കൂടി ഞാൻ കടന്നു പോകും. അവിടെ നിൽക്കുന്ന ആളുകളെ കണ്ട് മറുപടി പറഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ പോകുന്നത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോ പുറയിക്കട പോകാൻ വഴിയുണ്ട് എന്ന് എനിക്ക് വഴി കാണിച്ചു തന്ന ആളുകളോട് ഒന്ന് ഞാൻ പറയാം. എന്നെ വിളിപ്പിച്ച എന്താണെന്ന് അറിയാമല്ലോ, ഒരു ഫോട്ടോ. ആ ഫോട്ടോയാണ് കാരണം. ആ ഫോട്ടോ കാരണമാണ് എന്നെ വിളിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ. ഞാനില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നെ വന്ന് വിളിച്ചത് ശബരിമലയിൽ നടക്കുന്ന അന്നദാനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയാണ്. ആ ശബരിമലയിൽ നടന്ന അന്നദാനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഞാൻ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞാൻ മാത്രമാണോ? ഫോട്ടോ ഒരുപാട് പേരുടെ വന്നില്ലേ? എന്റെ എന്നെ കൊണ്ട് എന്റെ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുവാൻ വേണ്ടി ഇരുന്ന ഉദ്യോഗസ്ഥന് ഞാൻ ചോദിച്ചു, ഈ ഫോട്ടോ വന്ന എല്ലാവരെയും വിളിക്കുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇരുന്ന് ചിരിക്കുക. അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഞാൻ ചോദിച്ചതെന്നുള്ളൂ. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, അടൂർ പ്രകാശ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ മുന്നിലൂടെ കടന്നുപോയി തിരിച്ചിറങ്ങിയതും അതേ പടിയിലൂടെ ഇറങ്ങി ഞാൻ പുറത്തേക്ക് വന്നു എങ്കിൽ ശ്രീ പിണറായി വിജയൻ ഈ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ അവിടെ അന്വേഷണം നടന്നാൽ, ആ അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹത്തിന് പുറകിൽ കൂടിയുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്യോഗസ്ഥർ. അദ്ദേഹം അതിനുവേണ്ടി കുറെ ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചിരിക്കുകയാണ്. SP ഒന്നുമല്ല, വേറെ CA പോലീസോ എന്തുവാണ്, ആരോ രണ്ടുപേരെ ഇപ്പൊ നിയോഗിച്ചിട്ടുണ്ട്. അവരാണ് ഈ പുറത്ത് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത്. ചാനലുകാരെ വിളിച്ച് പറയുന്നു, അവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, പണ്ട് പിണറായി വിജയന് മറ്റൊരു തിരുവനന്തപുരം ജില്ലയിൽ ഒരു അനുഭവമുണ്ട്. നിങ്ങൾ ഓഖിയെ കുറിച്ച് കേട്ട് കാണുമല്ലോ. ഓഖി എന്ന് പറയുന്ന കടൽക്ഷോഭം. ആ കടൽക്ഷോഭമുണ്ടായ സ്ഥലത്തേക്ക് ശ്രീ പിണറായി വിജയൻ പോയി. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് അദ്ദേഹം പോയത്. തിരികെ പോന്നത് സ്വന്തം വാഹനത്തിൽ കയറി പോരുവാൻ അനുവദിച്ചില്ല അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. അവർ ഒത്തുചേർന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി ഇപ്പോൾ വന്നവരാണ്. ആ ദുഃഖങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തുവാൻ പറഞ്ഞ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ട് പോകണമെന്ന് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ശാഠ്യം പിടിച്ചു. അവസാനം അദ്ദേഹം പോയ 1-ാം നമ്പർ വാഹനം അല്ലേ, 1-ാം നമ്പർ വാഹനത്തിലല്ലേ അദ്ദേഹം പോകുന്നത്, അവിടെ ഇട്ടിട്ട് പോകുന്നത് കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി, കാസർഗോഡുകാരനായ എന്താ പുള്ളിയുടെ പേര്, ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കയറിയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നു, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ പുറകിൽ കൂടി പോകാനുള്ള വഴി എല്ലാം ക്ലിയർ ആക്കി വെച്ച് നിങ്ങൾ ചോദ്യം ചെയ്യണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനിവിടെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ MLA ആരാ? ശൈലജ ടീച്ചർ അല്ലയോ? ശൈലജ ടീച്ചർ അല്ലേ? 1-ാം പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി, 1-ാം പിണറായിയുടെ ആദ്യത്തെ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി. ഞാൻ ആരോഗ്യവകുപ്പിന്റെ ചുമതല വഹിച്ച ഒരാളാണ്.
ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു. എപ്പോഴാണ് വിളിച്ചെന്നറിയോ? 2011 മന്ത്രിസഭ ഏറ്റെടുത്ത് ചുമതല വഹിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം അർദ്ധരാത്രിയിൽ, അദ്ദേഹത്തിന് രാത്രി എന്നോ പകലൊന്നോ ഒന്നുമില്ല, അർദ്ധരാത്രി ഏതാണ്ട് 12-12:30 മണിയായപ്പോൾ ഉമ്മൻചാണ്ടി എന്നെ വിളിക്കുകയാണ്. വിളിച്ച് ഞാൻ ഫോൺ എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, താൻ ഉറങ്ങിപ്പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഉറന്നിരിക്കുകയാണ്. എന്നാൽ പിന്നെ താൻ വേഗം അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് എല്ലാം പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് കേരളത്തിലുള്ളത് 5 മെഡിക്കൽ കോളേജ് മാത്രമാണ്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് ആലപ്പുഴ, പിന്നൊന്നുള്ളത് കോട്ടയം, പിന്നെ തൃശ്ശൂര്, പിന്നൊന്നുള്ളത് കോഴിക്കോട്. അപ്പൊ ഈ 5 മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ ആ 5 മെഡിക്കൽ കോളേജ് കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലകൾ തെരഞ്ഞെടുത്തുകൊണ്ട് പുതിയ മെഡിക്കൽ കോളേജ് കൊടുക്കണം. അതിനുവേണ്ടിയാണ് എന്നെ വിളിച്ച് ഉണർത്തി എന്നോട് പറഞ്ഞു, വേഗം ഇവിടേക്ക് വരാൻ പറഞ്ഞു. ചെന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും പിന്നോക്കാവസ്ഥയുള്ള ജില്ലകൾ, ഒന്ന് ഇടുക്കി, മറ്റൊന്ന് മലപ്പുറം, പിന്നെ കാസർഗോഡ്. അപ്പൊ എനിക്ക് ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടല്ലോ, ഞാൻ പത്തനംതിട്ടക്കാരനാണ്, ശബരിമലയുടെ ഒരു മേഖലയിലുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു, എനിക്കൊരു സ്വാർത്ഥ താല്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിൽ കൂടി ഒരു മെഡിക്കൽ കോളേജ്. അങ്ങനെ 4 മെഡിക്കൽ കോളേജ്. അന്ന് ആരാ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്? നമ്മുടെ KM മാണി സാറാണ്. ഇപ്പൊ മാണി സാറിന്റെ മോന് എന്തോ യാത്ര ഇപ്പോഴത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, വികസന മുന്നേറ്റ ജാഥ നടത്തിക്കൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഞാനിത് പറഞ്ഞു വന്ന എന്താണെന്ന് അറിയാം. നിങ്ങളുടെ ഇപ്പോഴത്തെ MLA അവര് മന്ത്രിയായിരിക്കുമ്പോൾ, ഞാനന്ന് MLA ആയിരിക്കുകയാണ്. ഞാൻ അവരോട് എന്ന് പറഞ്ഞു, കോന്നിയിൽ ഞങ്ങൾ പണി കഴിച്ച് പൂർത്തീകരിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ മെഡിക്കൽ കോളേജ് ഒന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ 2017 കാലഘട്ടത്തിൽ, 16 വരെ ഞാനും മന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് 17 കാലഘട്ടത്തിൽ വീണ്ടും MLA ആയപ്പോൾ ഞാൻ ചെയ്തു പറഞ്ഞു. അപ്പൊ ഉടനെ ഇവരെന്നോട് പറഞ്ഞു, ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദോ അപ്പുറത്തിരിക്കുന്ന ആ മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളൊന്ന് പറയണം. എന്താ? ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് അവിടെ പോയി പറയാൻ പറ്റും. ഞാൻ മുഖ്യമന്ത്രിയെ നേരെ പോയി കണ്ടു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതെല്ലാം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അതിന് ഉദ്ഘാടനം ചെയ്യണം. ഉദ്ഘാടനം ചെയ്താൽ 50 കുട്ടികൾക്ക് MBBS പഠിക്കുവാനുള്ള അവസരം ഉണ്ടാകും. അതുണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതെല്ലാം കേട്ട്, എന്താ ഈ പാറയ്ക്ക് എന്താ കാറ്റടിക്കുമ്പോ അങ്ങനെ കണ്ടൊരു ചൊല്ലില്ലേ? ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. അനങ്ങാതെ അവസാനം ഞാൻ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ MLA ആണ്. അവര് മറുപടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കോന്നിയിലെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജ് അല്ല. അവിടുത്തെ ആ പ്രദേശത്തിന്റെ പേര് നിർഭാഗ്യവശാൽ പണ്ട് ആനകുത്തി എന്നാണ് ആ പ്രദേശത്തിന്റെ പേര്. ആനകുത്തി എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ നിങ്ങൾ എടുത്ത ധൈര്യത്തെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതിന് പറ്റിയ സ്ഥലമല്ല എന്നാണ് അവർ. പിന്നെയും നാളുകൾ പോയി. 2019 പാർട്ടി എന്നോട് പറഞ്ഞു, ആറ്റിങ്ങൽ പോയി മത്സരിക്കാൻ പറഞ്ഞു. ആറ്റിങ്ങൽ പോയി മത്സരിക്കാൻ ഞാൻ തയ്യാറെടുപ്പ് നടത്തി. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നോമിനേഷൻ കൊടുത്തതിന് ശേഷം പിന്നീട്
വിജയം കൈവരിച്ചതിന് ശേഷം ശ്രീ സണ്ണി ജോസഫ് ഉൾപ്പെടെ അവിടെ ഇരിക്കുന്ന ആ സമ്മേളനത്തിൽ വെച്ച് ഞാൻ നിയമസഭയിൽ കയറി അവസാനത്തെ എൻ്റെ പ്രസംഗം നടത്തി. അവസാനത്തെ എൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് വീണ്ടും ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കോന്നിയിലെ പാവപ്പെട്ട ആളുകളാണ്, അവരെ ദ്രോഹിക്കരുത്, അവിടെയുള്ള ജനങ്ങൾക്ക് ആ മെഡിക്കൽ കോളേജിൽ തുറന്നു കൊടുക്കണം. അതായിരുന്നു എൻ്റെ അവസാനത്തെ പ്രസംഗം നിയമസഭയിൽ. ഞാൻ നിങ്ങൾ ഇപ്പോ ശൈലജ ടീച്ചറിനെ കുറിച്ച് ഒരുപാട് വർത്തമാനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. എങ്കിലും സണ്ണി ജോസഫൊക്കെ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോവിഡ് കാലഘട്ടത്തിൽ ഈ ഡോക്ടർമാര് കൈയിടുന്ന എന്താ, ഗ്ലൗസ് അല്ലേ? ഗ്ലൗസ്. പിന്നെ നമ്മൾ മുഖം ഇപ്പൊ ഇവിടെ ആരും മുഖം മൂടി വെച്ചിട്ടില്ല. മാസ്ക്, ഇതെല്ലാം വാങ്ങുന്നതിന് ആരോഗ്യവകുപ്പ് മന്ത്രി, ഇവിടുത്തെ ഇപ്പോഴത്തെ MLA ശൈലജ ടീച്ചർ, അവർ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവിടെ ഒരു പച്ചക്കറി കച്ചവടം നടത്തുന്ന, കഴക്കൂട്ടത്തുള്ള ഒരു പച്ചക്കറി കച്ചവടം നടത്തുന്ന ആളിന്റെ പേരിലാണ് 7 രൂപ വിലയുള്ളത് 12 രൂപ വിലയ്ക്ക് വാങ്ങുന്നത്. ഇത് പുറത്തു വന്നു. ഇപ്പൊ രഹസ്യമായി വെച്ചോണ്ടിരിക്കുക. ഇതൊക്കെ പുറത്ത് ഓരോന്നോരോന്ന് വരാൻ പോകുന്നേ ഉള്ളൂ. അത് രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു, ഞാൻ മാത്രമല്ല ഇതിന്റെ കുറ്റക്കാരൻ എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല. 7 രൂപയ്ക്ക് കിട്ടുന്നത് 12 രൂപ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ അതിന്റെ പിന്നിൽ ചില ആളുകൾ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ അതാരാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കും അല്പം ബോധ്യം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അവരാണ് ഞങ്ങളെയൊക്കെ ഇന്ന് ജനമുന്നേറ്റ യാത്ര എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വന്നുകൊണ്ട് ആക്ഷേപിക്കുവാൻ വേണ്ടി. ഞാൻ അവരെ ആക്ഷേപിക്കുവാൻ വേണ്ടിയല്ല. എങ്കിലും ജനങ്ങൾ അറിയണം, ഇന്ന് ജനങ്ങളോട് കാണിക്കുന്ന ദുരിതപൂർണമായ ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി, അവരുടെ ചില വർത്തമാനങ്ങളൊക്കെ കേട്ടാൽ തോന്നും അവര് ഇപ്പൊ ഈ അടുത്ത സമയം എന്റെ ജില്ലക്കാരിയായി. അതാ പ്രശ്നം. എനിക്ക് കൂടി നാണക്കേടാ. അവരെന്റെ ജില്ലക്കാരിയായി. അവരെന്ത് പറയുന്നത് കേട്ടാൽ ആകെ മെഡിക്കൽ കോളേജ്, ആരോഗ്യ രംഗം എല്ലാം സമ്പൂർണതയിൽ എത്തിച്ചത് ഞങ്ങളുടെ സർക്കാർ, ഈ സർക്കാർ വന്നതിന് ശേഷമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലേക്ക് ഒരു സമരം നടത്തി. ആ സമരം നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ശ്രീ സണ്ണി ജോസഫ് ഇവിടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കും. അദ്ദേഹം KPCC പ്രസിഡന്റായി വന്നതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞനുസരിച്ചാണ് ഞങ്ങൾ സമരത്തിന് പോയത്. ആരോഗ്യ രംഗത്തെ കെടുകാര്യസ്ഥത ജനങ്ങളിലെത്തിക്കുവാൻ വേണ്ടി, ആരോഗ്യ രംഗത്തെ കെടുകാര്യസ്ഥത ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള ചുമതലകൾ അന്ന് ഞങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ മുമ്പോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ ആരോഗ്യ രംഗത്തൊരു പുതിയ ജീവൻ കണ്ടെത്തുവാൻ, ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന യാഥാർത്ഥ്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.